ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു സ്വീസ് നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. ചില നമ്മളുടെ ഓൺലൈൻ ഭക്തി കച്ചവടക്കാരെ പറ്റി പറയുമ്പോൾ ചില ഫാമിലി ചാനലുകളുടെ മറവിൽ ഇങ്ങനെ ഭക്തി കച്ചവടം ചെയ്യുമ്പോൾ വല്ലാത്ത സങ്കടത്തോടു കൂടി തന്നെ അവരെ പറ്റി പരാമർശിപ്പിക്കാതെ അല്ലെങ്കിൽ അവരെ പറ്റി രണ്ട് വാക്ക് പറയാതിരിക്കാൻ വയ്യ എന്നുള്ളതാണ്. എന്തൊക്കെയായാലും നമ്മളുടെ സിംഗിൾ ഗോപൻ, ഞാൻ കൃത്യമായിട്ടുള്ള പേരല്ല ഇവിടെ പറയണത്, സിംഗിൾ ഗോപൻ അല്ലെങ്കിൽ ഡബിൾ ഗോപൻ എന്നോ എങ്ങനെയൊക്കെയോ പറയാം. എന്തായാലും അവരുടെ ചാനൽ തുടക്കം തൊട്ട് ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ടോക്കാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിക്കാറുണ്ട് ഇവരുടെ ഭർത്താവുമൊത്തുള്ള റീലുകളും വളരെ സന്തോഷപൂർവ്വമായിട്ടുള്ളൊരു ഫാമിലി, 2 പെൺകുട്ടികൾ, ഹസ്ബൻഡ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ തുടക്കത്തിൽ വിചാരിച്ചിട്ടുള്ളത്. പിന്നെ ഇവർ ആരോ ഇവരുടെ അടിയിൽ, അതായത് കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു, ഇത് നിങ്ങളുടെ രണ്ടാമത്തെ വിവാഹം അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഭർത്താവല്ലല്ലോ എന്ന്. അപ്പോഴാണ് അവർ ആ സ്റ്റോറിയും കൊണ്ട് വരുന്നത്. അതായത് നോട്ട് നിരോധന സമയത്ത് 2 പെൺകുട്ടികളുമായിട്ട് വളരെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്ന ആ ഒരു ഇടയിലാണ് ഇയാളെ ബാങ്കിൽ നോട്ട് മാറുന്ന വലിയൊരു പൈസക്കാരൻ എന്നുള്ള രൂപേണ കണ്ടുമുട്ടുന്നത്. അപ്പോൾ അയാൾ 2 ലക്ഷം രൂപയുടെ മറ്റോ നോട്ട് മാറാനായിട്ട് ഇവരുടെ സഹായം തേടുന്നു. അങ്ങനെ ഇവർ പരസ്പരം സ്നേഹമാവണു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, 2 വലിയ പെൺകുട്ടികളുള്ള ഒരു അമ്മയാണ്. പെട്ടെന്ന് തന്നെ ഇവർ വിചാരിക്കുകയാണ്, ഈശ്വര, ഇത്രയും പൈസയുള്ള ഒരാൾ, അവരുടെ ജീവിതത്തിലേക്ക് അയാൾ ഒരുപാട് സഹായഹസ്തങ്ങൾ നീട്ടുന്നു, പയറും പരിപ്പും ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ വരെ വാങ്ങിച്ചു കൊടുക്കുന്നു. അതോടുകൂടി അവർക്ക് അയാളോട്, ഈശ്വര, ഇയാളെ എനിക്കൊന്ന് സ്ഥിരമായി കിട്ടിയാൽ എങ്ങനെ ഒന്ന് സ്ഥിരമായിട്ട് കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് അവർ അവിടെ നിന്നുള്ള പരിചയം, അങ്ങനെ അയാൾ കല്യാണം കഴിഞ്ഞ് ഓൾറെഡി കുടുംബസ്ഥനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ഇവർ വീണ്ടും വിവാഹിതയാവുന്നു. ഒരു കുരിശ് പോലെയുള്ള ലോക്കറ്റൊക്കെ ഇട്ട് ഇവർ വളരെ നല്ല രീതിയിൽ ഭയങ്കര ഹാപ്പി കപ്പിളാണെന്നുള്ള രീതിയിലൊക്കെ ജീവിക്കുന്നു. അതുപോലെ തന്നെയാണ് അവർ, നല്ല സ്നേഹമാണ്, അതിലൊന്നും വലിയ തർക്കങ്ങളൊന്നുമില്ല. ഇനി ഇവരുടെ ജീവിതത്തിലെ ചില ഉടായ്പകളെ പറ്റി ഇവർ തന്നെ ഈ ചാനലിൽ പരാമർശിക്കുന്നുണ്ട്. അതായത് ഇവരുടെ മകളുടെ കല്യാണം സ്വർണം എന്നുള്ള രീതിയിലൊക്കെ വേറെ ആഭരണങ്ങളൊക്കെ വാടകയ്ക്കിട്ട് എങ്ങനെയെങ്കിലും ആ കല്യാണം, നല്ല ഫാമിലിയാണ്, അവരെ എങ്ങനെയെങ്കിലും ഇതൊന്ന് ഇഷ്ടപ്പെട്ട് ആ കുട്ടീനെ കഴിച്ചു കൊണ്ടുപോകണം. അതൊക്കെ സ്വാഭാവികമായിട്ട് ഒരു അമ്മ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ അമ്മ എന്നുള്ള നിലയ്ക്ക്, തീരെ കഴിവില്ലാത്ത ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി പതിയെ സബ്സ്ക്രൈബേഴ്സിനോട് വളരെയധികം ഭക്തിയാദരപൂർവ്വം, അതായത് നമ്മൾ ഇങ്ങനെ 3 മണിക്ക് എണീറ്റ് ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും തീരും, പോസിറ്റീവായിട്ട് ചിന്തിക്കണം. അപ്പോൾ ഇവരുടെ ജീവിതത്തിലെ ഒരുപാട് പ്രയാസങ്ങൾ, കഴിഞ്ഞ കാലങ്ങളെ പറ്റിയൊക്കെ പല രീതിയിൽ ഇവരിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ പ്രകാരം ഇവരുടെ അമ്മ ഇവരുടെ അച്ഛനെ ഉപേക്ഷിച്ച് വേറൊരു വിവാഹിതയായൊരു സ്ത്രീയാണ്. അപ്പോൾ ഇവർ പല രീതിയിലും ചെറുപ്പകാലമൊക്കെ ബന്ധുവീടുകളിൽ താമസിക്കുന്നു. അങ്ങനെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞിട്ടും ഇവർക്ക് സ്വന്തം ഭർത്താവിനോട് യോജിച്ച് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ അവർ ആ 2 പെൺകുട്ടികളുമായിട്ട് വല്ലാതെ ബുദ്ധിമുട്ടി ജീവിക്കുമ്പോഴാണ് വേറൊരാൾ, ഇപ്പോഴത്തെ ഭർത്താവ് സഹായവസ്തുവായിട്ട് വരുന്നു. അങ്ങനെ അവരുടെ പെൺകുട്ടികളെ കൂടി അയാൾ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിന്ന് സഹായിക്കുന്നു. അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുന്നു. ഇപ്പോൾ അവർ ഗൾഫിൽ പോകുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ നല്ല അതിമനോഹരമായ ശുഭമാണ്. പിന്നെ ഇവരുടെ ചാനലിൽ ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നേടാൻ പറ്റും. അങ്ങനെയാണ് ഇങ്ങനെയാണ്, വിഷമിക്കണവരൊന്നും ഇത് താൽക്കാലികമാണ്, നമ്മൾക്കതിൽ നിന്ന് കയറാൻ പറ്റും എന്നുള്ള അവരുടെ ഇൻസ്പയറിംഗ് ടോക്കൊക്കെ ഒരു പരിധി വരെ നല്ലത് തന്നെ. ഇനിയാണ് ഇവരുടെ ഒരു തട്ടിപ്പിൻ്റെ വേർഷൻ. അതായത് ഒരു ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റ് ഓൺലൈനിൽ വിതരണം ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഓർഡർ ചെയ്യാം. മിനിമം 1/2 ഗ്രാമിൻ്റെ ലോക്കറ്റിന് ഈടാക്കുന്ന പൈസ 6000 സംതിങ് എന്നാണ് അവർ കമൻറ്റിന് മറുപടി പറഞ്ഞിട്ടുള്ളത്. 1/2 ഗ്രാമിൻ്റെ ലോക്കറ്റ്, ഒരു റെഡ് കളർ പെൻഡൻറ്റ്, ചെറിയൊരു പെൻഡൻറ്റും ഗുരുവായൂരപ്പൻ്റെ 1/2 ഗ്രാം സ്വർണം കെട്ടിയ ലോക്കറ്റ് പണി തീർത്ത് കൊടുക്കുമ്പോൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇന്ന് വാങ്ങുന്ന പൈസ എന്ന് പറയുന്നത് 6000 സംതിങ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു 1/2 ഗ്രാമിൻ്റെ ലോക്കറ്റ് ഒരു കുഞ്ഞു പെൻഡൻറ്റുമ്മ കെട്ടാനായിട്ട് ഒരു ജ്വല്ലറിയിൽ പോയി കഴിഞ്ഞാൽ അവർ നമ്മളുടെ നിന്ന് മാക്സിമം ഇന്നത്തെ ഗോൾഡ് റേറ്റിന് ഈടാക്കാം 3800 രൂപ വരെയാണ്. കൃത്യമായിട്ട് ഗോൾഡ് ജ്വല്ലറിയിൽ ചോദിച്ചിട്ട് ആധികാരികമായിട്ടാണ് ഞാനിത് പറയുന്നത്.
അപ്പോൾ 3700 വരുന്ന ആ സാധനം 6000 രൂപയ്ക്ക് ആ ഓൺലൈനിൽ അവർ ഗൂഗിൾ പേ ചെയ്ത് തൻ്റെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ് ആകുന്ന ചക്കരകളിൽ നിന്ന് വാങ്ങുമ്പോൾ വെറും 1/2 ഗ്രാം ഗോൾഡ് കെട്ടിയ ഒരു ലോക്കറ്റിന് 3700 ഇന്ന് ഏത് ജ്വല്ലറിയിൽ നിന്നും ചെയ്ത് കിട്ടുമെന്നിരിക്കെ ഇവരുടെ കയ്യിൽ നിന്ന് പ്രത്യേകമായിട്ട് ആ ലോക്കറ്റ് വാങ്ങിയത് കൊണ്ട് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന് എന്താണ് പ്രത്യേകതയായിട്ട് കിട്ടുകയെന്ന് എനിക്ക് മനസ്സിലാവണില്ല. 2300 അവരുടെ കയ്യിൽ സേഫായിട്ടിരിക്കും. ഒരു 10 പേര് ആ ലോക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ 2300 × 10 അത്രയും രൂപ അവരുടെ കയ്യിൽ സേഫാവും. ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് ഇത്രയും അധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാൾ ഒരു 100 പേര് ആ ലോക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതം സേഫ് ആവാനുള്ള ഏകദേശം നല്ലൊരു തുക അവരുടെ ഭക്തി എന്നുള്ള കച്ചവടത്തിൽ നിന്ന് അവർക്ക് തന്നെ കിട്ടും എന്നുള്ളതാണ്. എന്തൊക്കെയായാലും ഭക്തി നമ്മളിൽ മറ്റുള്ളവരിലേക്ക് പകരുന്നതും പോസിറ്റീവ് എനർജി പകരുന്നതും ഒക്കെ നല്ല കാര്യം തന്നെ. ഇവരുടെ ലൈഫിലെ പല ഉടായ്പകളും ഇവർ തന്നെ പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. അതായത് ഇവരുടെ അമ്മയെ ഇവർ പറ്റിച്ച കഥയും വിവാഹം കഴിപ്പിക്കുമ്പോൾ ബന്ധുക്കളെ പറ്റിച്ച കഥ പറയുന്നുണ്ട്. പിന്നെയും ഒരുപാട് കഥകൾ. അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞ ജീവിതത്തിലെ ഏറ്റവും അധികം പ്രയാസങ്ങളിലൂടെ കടന്നു വന്നൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് പൈസയോടുള്ള ആർത്തി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരിക്കലും എത്ര മറച്ചു വെച്ചാലും അവരറിയാതെ അത് പുറത്തു വരും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫാമിലി ചാനലിലെ എന്താ പറയുക മീഡിയേറ്ററായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയെ പറ്റിയിട്ടുള്ള കാര്യം തന്നെ പറയുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് അവരുടെ സബ്സ്ക്രൈബേഴ്സിനോട് മീഡിയേറ്ററായി നിന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഞാൻ ഇവർ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കാര്യം തന്നെ നേരിട്ട് നമുക്ക് പ്രാർത്ഥിച്ചാലും നമ്മളെ കേൾക്കുന്ന ഭഗവാൻ അവിടെ ഉണ്ടാവും. ഇവർ പറയണതും നമ്മൾ പറയുന്നതുമായിട്ടുള്ള ഭഗവാന് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ അയ്യോ നിങ്ങൾ പ്രാർത്ഥിക്ക് സിന്ധുവമ്മേ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ എനിക്ക് അങ്ങനെ കിട്ടും, സിന്ധുവമ്മേ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ എന്നെ ഇങ്ങനെ ആവും എന്നൊക്കെ വിചാരിച്ചിട്ട് എന്നാൽ പിന്നെ ഇവരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് മീഡിയേറ്ററാക്കി നിർത്താമെന്ന് പറയുന്ന ആളുകളാണ് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പറ്റിക്കലിന് ഇരയാവുന്നത്. ജീവിതത്തിൽ ഇത്രയധികം ഉടായ്പകളിലൂടെ വളർന്നു വന്ന് ഇത് എൻ്റെ ഭക്തിയാണ് എന്ന് പറഞ്ഞ് നമ്മളെയൊക്കെ ബോധ്യപ്പെടുത്തി അവർ അതിൽ വിജയിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രത്യേക തരം കഴിവ് തന്നെയാണ് കേട്ടോ. ഇനി ഇവർ പറയുന്നുണ്ട് ഇവർ ഇത്രയും രൂപയുടെ ലോക്കറ്റ് കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു 3700 സാധനം 6000 രൂപയ്ക്ക് വിൽക്കുന്ന ആ ഭക്തി അത് എന്തിൻ്റെ പേരിലായാലും ഗുരുവായൂരപ്പൻ്റെ പേരിലായാലും മാതാവിൻ്റെ പേരിലായാലും നടത്തുന്നത് ഒരു ഭക്തി കച്ചവടമാണെന്ന് ഏത് സാമാന്യ ബോധമുള്ളവർക്കും മനസ്സിലാവും. ഒരു സ്വർണത്തിൻ്റെ ലോക്കറ്റ് 1/2 ഗ്രാം ഗോൾഡ് നമ്മൾ ഒരു ജ്വല്ലറിയിൽ എടുത്തു കൊടുത്ത് ചെറിയൊരു പെൻഡൻറ്റും കൊടുത്ത് അതിന് ചുറ്റും അതൊന്ന് കെട്ടിത്തരുമെന്ന് ചോദിച്ചാൽ അവർ ഇന്ന് വാങ്ങുന്ന റേറ്റാണ് പറഞ്ഞത് 3700. അതേ ഗോൾഡിന് 6000 ചില്ലാൻ രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്ത് നമ്മളുടെ കയ്യിലേക്ക് ഇവരുടെ കയ്യാൽ അയക്കപ്പെടുന്ന ആ വസ്തു എന്ന് പറയുന്നത് ജ്വല്ലറിയിൽ ഇവർ കെട്ടി ഉണ്ടാക്കിയിട്ട് 3700 കൊടുത്തിട്ട് അത് നമ്മൾക്ക് തരുമ്പോൾ 6000 സംതിങ് എന്നാണ് കേട്ടോ അവർ പറയണത്, വെറും 6000 അല്ല. അപ്പോൾ അങ്ങനെയുള്ള ഓൺലൈൻ ഭക്തി കച്ചവടക്കാരുടെ വലയിൽ വീഴാനായിട്ട് ഒരുപാട് പേര് എനിക്ക് ലോക്കറ്റ് വേണം കേട്ടോ, എനിക്ക് ലോക്കറ്റ് വേണം. അപ്പോൾ ഇവർ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കിയൊക്കെയാണ് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാം അവർക്ക്, അവർ ലോക്കറ്റ് വിതരണം നടത്തുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇനി നേരം വെളുക്കാത്ത ഒരുപാട് പേരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചിന്തിക്കണം. ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള ടോക്കുകളും അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഉടായ്പകളും ഒക്കെ അവർ തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ കമിഴ്ന്ന് വീണ പണം എന്ന് സത്യസന്ധമായിട്ട് വിചാരിക്കുന്ന ആളുകൾ തന്നെയാണ്. എവിടെയായാലും ഇപ്പോൾ അവരവിടെ താമസിക്കുന്ന ദുബായിലെ സ്ഥലം പകുതി അവരെ അക്കോമഡേറ്റ് ചെയ്ത് പകുതി വേറൊരാൾക്ക് ഗസ്റ്റായിട്ട് അവർക്ക് ഭക്ഷണം ഉൾപ്പെടെ കൊടുക്കുകയാണ്. അപ്പോഴും അവിടെയും അവരുടെ ആ കച്ചവട മനസ്ഥിതി മറക്കാതെ പോകരുത്. അതിൽ ഈ സബ്സ്ക്രൈബേഴ്സിനെ ചക്കരകളെ മുത്തുകളെ പൊന്നുകളെ തങ്കങ്ങളെ എന്നൊക്കെ വിളിച്ച് നമ്മൾ അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം, നമ്മളെ ഇങ്ങനെ വിളിക്കാനായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. പക്ഷെ അതിലൂടെ അവരെ കഴുത്തിറക്കുന്നത് ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. നമ്മളെ എത്രമാത്രം വിശ്വസിച്ചിട്ടായിരിക്കും അവർ ആ പൈസ അയച്ചു തരണത്. രണ്ടാമതൊരു ചിന്ത പോലും ഇല്ലാതെ അവർക്ക് നമ്മളുടെ ഒരു 100 രൂപ അങ്ങോട്ട് ചിലവാക്കി എന്തെങ്കിലും ചെയ്തു കൊടുക്കുക എന്നല്ലാതെ ഇങ്ങോട്ട് എന്നാൽ പിന്നെ ഇവരുടെ സ്നേഹമൊക്കെ ഞാൻ ഇങ്ങനെ വഞ്ചിച്ച് 1/2 ഗ്രാമിൻ്റെ ലോക്കറ്റിന് 3700 രൂപ വാങ്ങേണ്ടടുത്ത് ഞാൻ ഒരു 6000 സംതിങ് വാങ്ങിയിട്ട് ഞാൻ മിടുക്കിയായി അങ്ങോട്ട് ജീവിക്കാം. ഭക്തി കച്ചവടം എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ ഒരു കച്ചവടത്തിന് തുല്യമായിട്ട് തന്നെ അവർ കൊണ്ടു നടക്കുകയാണ്. അതെന്തിൻ്റെ പേരിലായാലും അവർ ധാരാളം മീൻ കഴിക്കുന്നു, അവർ
നല്ല സുഖമായിട്ട് ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നു. അതിൻ്റെ ഇടയിൽ അവർ ഭക്തി കച്ചവടം ചെയ്യുന്നു. ഏകദേശം അവർക്കൊരു 2700 രൂപ അല്ലെങ്കിൽ 3000 രൂപ തന്നെ ഒരു ലോക്കറ്റുമ്പോൾ ലാഭം കിട്ടുമ്പോൾ ഒരു 10 പേരുടെ എന്ന് പറയുമ്പോൾ അവർക്ക് 30,000 രൂപ. ഒരു 100 പേര് അവരുടെ സബ്സ്ക്രൈബേഴ്സ് നിന്ന് ആ ലോക്കറ്റ് വാങ്ങുമ്പോൾ അവർക്ക് ഏകദേശം ഒരു 3 ലക്ഷം രൂപ കയ്യിൽ ഒന്നും അറിയാതെ വരികയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ചിരിച്ച് കഴുത്തിറക്കുന്നവരെ ഒരു പരിധി വരെ അവരുടെ പോസിറ്റീവ് ടോക്കൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുന്നതിന് വിരോധമില്ല. പക്ഷെ പച്ചയ്ക്ക് പറ്റിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ ഇത് പറ്റിക്കലാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് അവിടെ നിന്ന് അങ്ങോട്ട് മാറിപ്പോവാനുള്ള ബുദ്ധിയെങ്കിലും നമ്മൾ കാണിക്കണം എന്നുള്ളതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.